ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുതായിട്ടൊരു ബാർബർ ഷോപ്പിലൊക്കെ ഒന്ന് പോയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്വന്തം വീട്ടിലെത്തിയാൽ നമുക്ക് ഇതേപോലെ എവിടേക്കെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ സജുവിൻ്റെ മോനുവിൻ്റെ ഒക്കെ മുടി വെട്ടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബസ്സിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു മൂച്ചയൊക്കെ കണ്ടപ്പോൾ മാങ്ങ കണ്ടപ്പോൾ അവർ ഇറങ്ങി നോക്കാൻ കേട്ടോ. ഞങ്ങളൊക്കെ സ്കൂൾക്ക് പോകുന്ന ടൈമിൽ ഇതേപോലെ മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഈ ഒരു വശത്തായിട്ടാണ് CKയുടെ വീടുള്ളത് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് പുളിമരം കണ്ടപ്പോൾ അവിടുന്ന് പുളിയൊക്കെ തെരഞ്ഞിട്ട് ഒരു പുളി കിട്ടി, പക്ഷെ കേടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് നടന്നു പോയതിന് ആ ഒരു കാലത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഒമ്നി വണ്ടി പോയപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് ഈ വണ്ടി കാണുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ പേടിച്ച് ഓടിയിട്ടില്ലേനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ UP സ്കൂള് ഞങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഫാൻസിയൊക്കെ നല്ല ഓർമ്മകളാണ് കേട്ടോ. ഇവിടുന്നൊക്കെ ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ബസ് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോരാതെ നടന്ന് പോരാന്നൊക്കെ പറഞ്ഞ് അതാണ് രസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് പോകുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തു കേട്ടോ ബസ്സിന്. അങ്ങനെ ഇപ്പോൾ ബസ്സൊക്കെ വന്ന് അപ്പം കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ബസ്സിലൊക്കെ കയറുമ്പോൾ ഉള്ള ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തൃപ്പഞ്ചി ടൗണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ബാർബർ ഷോപ്പും തിരഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും നല്ല തിരക്കായിരുന്നു കേട്ടോ, നാളെ നോമ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ ഏകദേശം ഒരു 2-3 ആൾക്കാരുള്ള ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്ന്. പിന്നെ ആൾ ഒഴിയുന്നതിനനുസരിച്ച് മക്കളൊക്കെ അവിടെ കയറ്റിയിട്ട് ഇരുത്തിയിട്ടോ. പുറത്ത് നിർത്തിയാൽ അവർക്ക് ഓരോ സാധനമായിട്ട് വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരുത്തി. പിന്നെ ഞങ്ങളും അവിടെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ സജുവിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, ആ വെയിൽ കൊണ്ട് പോകുന്നതല്ലേ. അപ്പോൾ തലക്കൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത വരുന്നുണ്ട് കേട്ടോ ചൂടായിട്ട്. പിന്നെ വെള്ളമൊക്കെ വാങ്ങിയിട്ട് കുടിച്ച് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് മോനുവിൻ്റെ മുടിയും വെട്ടി. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ് വന്നപ്പോൾ അതിൽ കയറി പോകുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ബസ്സിൽ അങ്ങോട്ട് പോയപ്പോൾ ബസ്സിൽ സീറ്റേ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് പോന്നപ്പോൾ എല്ലാ സീറ്റും നല്ല ഒഴിവായിരുന്നു. പിന്നെ ഇപ്പോൾ സജുവിൻ്റെ മുടി അങ്ങനെ വെട്ടിയത് ഓന് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഓന് വിചാരിച്ച പോലെ അല്ല അവൻ്റെ മുടി വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കുറുമ്പിലായിരുന്നു കേട്ടോ ഓന്. പിന്നെ ഇപ്പോൾ തോട്ടേക്കാട് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. നടക്കാനുള്ള ശേഷിയൊന്നുമില്ല, അങ്ങോട്ട് നടന്നു പോയത് എൻ്റെ മതിയായിട്ടോ. പിന്നെ ഇപ്പോൾ വീടിന് അടുത്തുള്ള കടയിൽ ഇറങ്ങിയിട്ട് മോളിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്കുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾ കഴിക്കാനുള്ള ഐസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എക്സാം കഴിഞ്ഞിട്ട് കുളത്തിലൊക്കെ പോയി ചാടിയിട്ട് വരുന്ന വരവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.